ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇതപ്പം നമ്മൾ മൈസൂരിൽ നിന്നൊരു 10-15 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് വന്നിരിക്കുന്നതാണ്. ബാംഗ്ലൂർ റോഡിലേക്കാണ്. അതായത് പയാന എന്ന് പറഞ്ഞ ഒരു വിൻറ്റേജ് വാഹന കളക്ഷൻ്റെ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കിട്ടിലും വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മുന്നിൽ വന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തി നമ്മളെ ഫ്രണ്ട്സൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടാലോ. എന്നാ വാ. അങ്ങനെ ഗൈസ്, നമ്മുടെ മുന്നിൽ ഈ ഒരു ടയറിൻ്റെ രൂപമുള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് വിൻറ്റേജ് കാറ് കളക്ഷൻസ് ഉള്ളത്. അപ്പം നേരെ അങ്ങോട്ടേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളിതാ ഇപ്പം നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാടുന്ന തന്നെ ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കിലാണ് ഈ ഒരു എൻട്രി ചെയ്യുന്ന ആ ഒരു ഏരിയ ഉള്ളത്. ഇവിടെ തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ, ഇതിലെ വണ്ടി പാർക്ക് ചെയ്തതും അവിടെ കയറി വരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ കണ്ട് നേരെ കാണുന്ന ഈ ഒരു വണ്ടിയാണ്. ഇതുണ്ടോ, ഇതുപോലുള്ള വാഹനങ്ങളുടെ ഓരോ പാർട്സും എൻജിൻ പാർട്സും മറ്റ് വാഹനങ്ങളുടെ ഓരോ പാർട്സൊക്കെ ഡിസ്പ്ലേക്കായി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യ സമയത്തുണ്ടായിരുന്ന ആ ഒരു കുതിരവണ്ടി, കാളവണ്ടി, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷൻസ് ഇങ്ങനെ കാണിക്കുന്ന ഒരു രൂപത്തിലാണ് വണ്ടികൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. മൊത്തം വാഹനങ്ങളുടെ ഒരു ബിഗ് കളക്ഷനാണ്. ഏതെങ്കിലും വണ്ടി പ്രാന്തനൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ. ഇത് കാണാത്തൊരു ഭയങ്കര മിസ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന 1924 റോൾസ് റോയ്സ് വാഹനമാണ്. കർണാടക രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനത്തിനെ കണ്ടോക്ക്, വേറെ ലെവലാണ്. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഷോറൂമിൽ കാണുന്ന ആ ഒരു ഫീലാണ് വണ്ടിക്കുള്ളത്. അത്രയും നീറ്റായിട്ടാണ് അവരത് ഡിസ്പ്ലേക്കൂടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വണ്ടികളാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ ഓരോ വാഹനങ്ങളായിട്ട് ഇങ്ങനെ കണ്ടങ്ങ് പോവാം കേട്ടോ. ഈ ഒരു പയാനയിൽ കാറിൻ്റെ കളക്ഷൻസ് മാത്രമല്ല, നമ്മൾ 2 വീലേഴ്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. ഇതുണ്ട് RX100 ഒക്കെ കണ്ടോ, M80, RX100, ബുള്ളറ്റ്, അങ്ങനെ ഒരുപാട് 2 വീലേഴ്സിൻ്റെ കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുണ്ടോ ഓരോ വണ്ടികളിങ്ങനെ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോകുന്നതാണ്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇതിപ്പോൾ 2-3 നിലയായിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേക്ക് ആക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും വാഹനങ്ങളുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ തൊടാനും കാര്യങ്ങളൊന്നും പാടില്ല. അവരൊരു ബാരിക്കേഡ് പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുക, ക്യാമറ യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാഴ്ചകൾ കാണുകയും ചെയ്യുക, വീഡിയോ ആയിട്ട് പകർത്തുകയും ചെയ്യുക. അടിപൊളിയാണ്.
അതുപോലെ തന്നെ ഇവിടെ കുറേ ആർമി വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇതെന്തോ ഇതൊരു ബിഗ് ട്രക്കാണ്, മോസ്റ്റർ ട്രക്ക് പോലത്തെ ഒരു ബിഗ് ട്രക്കാണ്. അങ്ങനത്തെ ആർമി വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ ചിലവഴിക്കാനുള്ള കാഴ്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ വാഹനങ്ങളുടെ കാഴ്ചകൾ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മ്യൂസിയം കാഴ്ചകൾ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ തന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ആയുധങ്ങൾ, വാള്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ദൈവത്തിൻ്റെ ഓരോ ശിലകളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതുണ്ടോ, തോക്ക്, വാള്, അങ്ങനത്തെ ഒരുപാട് ആയുധ കളക്ഷൻസും ഇവിടെയുണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മളിതാ പയാനാത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടുത്തെ വിൻറ്റേജ് വണ്ടി കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. കിട്ടിലനാണ്. ഇവിടെ വന്ന് നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയയും വന്ന് നമ്മൾ വണ്ടികൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയതാണ്. ഇവിടെയൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ വിടുന്നതാണ്. ഒരുപാട് വെറൈറ്റി വാഹനങ്ങളെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എന്തായാലും മൈസൂരൊക്കെ വരുന്നവർ ഇങ്ങോട്ട് വരാണ്ട് പോകണ്ട. ഗൈസ്, നമുക്കടുത്തൊരു ദിവസം കിട്ടില്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ. അപ്പം ബൈ.